Hi everyone, welcome back to Full Stack Solutions. റിയാക്ട് ജെഎസ് സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ കമ്പോണൻറ്റിനകത്തുള്ള സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് യൂസ് ചെയ്തിരുന്നു. സോ അതുപോലെ തന്നെ കമ്പോണൻറ്റിനകത്ത് സ്റ്റേറ്റ് മാനേജ് ചെയ്യാനുള്ള മറ്റൊരു ഹുക്കാണ് യൂസ് റെഡ്യൂസർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യൂസ് സ്റ്റേറ്റ് ഉള്ളപ്പോൾ എന്തിനാണ് യൂസ് റെഡ്യൂസർ എന്നുള്ളത്. എന്തായാലും നമുക്കൊരു കൗണ്ടർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം. ആദ്യം നമുക്ക് യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് കമ്പോണൻറ്റിനകത്തുള്ള സ്റ്റേറ്റ് മാനേജ് ചെയ്യാം. അതിനുശേഷം സെയിം ഇത് തന്നെ യൂസ് റെഡ്യൂസറും യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യം ഞാൻ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കൗണ്ടർ ഡോട്ട് JSX RFC ദെൻ കൗണ്ടർ കമ്പോണൻറ്റ് ആപ്പ് ഡോട്ട് JSXൽ വന്നിട്ട് നെക്സ്റ്റ് ചെയ്യണം. കൗണ്ടർ ദെൻ ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ കൗണ്ടർ കമ്പോണൻറ്റ് ഒന്നുണ്ട്. ഇനി അടുത്തത് നമുക്കിതിനൊന്ന് ചെറിയൊരു സ്റ്റൈൽ കൊടുക്കണം. സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ബോക്സിലേക്ക് ആക്കാം. ഇവിടെ ഒരു ബോക്സ് സെറ്റ് ആക്കണം. ബോക്സിനകത്ത് കൗണ്ടർ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ ഒരു 3 ബട്ടൺ ഉണ്ടാവും. അതിൽ ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്, റീസെറ്റ് ആ രീതിയിൽ. സോ നമുക്ക് ബോക്സിന് വേണ്ടിയിട്ടൊരു സ്റ്റൈൽ കൊടുത്തേക്കാം. സ്റ്റൈല് ബോർഡർ 2px സോളിഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ കൊടുക്കാം. വിഡ്ത്ത് ഒരു 350px കൊടുത്തേക്കാം. പാഡിങ് സെറ്റ് ചെയ്യണം. പാഡിങ് ഒരു 20px കൊടുത്തേക്കാം. ടെക്സ്റ്റ് അലൈൻ കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ. മാർജിൻ 60px ഓട്ടോ കൊടുത്തേക്കാം. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് കൗണ്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തേക്കാം. എന്നിട്ട് 3 ബട്ടൺ, ഇൻക്രിമെൻറ്റ് BR ടാഗ് യൂസ് ചെയ്യുന്നു. താഴെയായിട്ട് അടുത്ത ബട്ടൺ ഡിക്രിമെൻറ്റ് BR ടാഗ് യൂസ് ചെയ്യുന്നു. ബട്ടൺ റീസെറ്റ്. പിന്നെ ചെറിയൊരു സ്റ്റൈൽ കൊടുത്തേക്കാം. സ്റ്റൈല് മാർജിൻ ടോപ്പ് പാഡിങ് 10px. ഇത് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പ്രസൻറ്റേഷൻ ലെയർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക് ഇമ്പോർട്ട് ചെയ്യണം. യൂസ് സ്റ്റേറ്റ് ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. എന്നിട്ട് യൂസ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യണത് ഒരു അറേ ആയിരിക്കും. അറേയിലുള്ള വാല്യൂസിനെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യുന്നു. അതിൽ കൗണ്ട് ഉണ്ടാവും. പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഫംഗ്ഷൻ ഉണ്ടാവും. ദെൻ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈവൻറ്റ് ഹാൻഡിൽ ഫംഗ്ഷനകത്തായിരിക്കും. സോ നമുക്ക് 3 ഈവൻറ്റ് ഹാൻഡിലർ വേണം. കോൺസ്റ്റ്, ഇൻക്രിമെൻറ്റ്, ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് ഇതിനകത്ത് നിന്ന് സെറ്റ് കൗണ്ട് കോൾ ചെയ്യാണ്. സോ ബേസിക്കലി ഓരോ ഈവൻറ്റ് ഹാൻഡിലർ ഫംഗ്ഷനകത്തായിരിക്കും സെപ്പറേറ്റ് ലോജിക്ക് വരുന്നത്. സോ ഇതിനകത്ത് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ലോജിക്കാണ് ഇതിനകത്ത് വരുന്നത്. സോ സെറ്റ് കൗണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യണം. അതിൽ അങ്ങനെ ഒരു പ്രീ കൗണ്ട് വരും.
പ്രീ കൗണ്ട്, പിന്നെയുള്ളത് പ്രീ കൗണ്ട് +1. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിൻ്റെ എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്. ഇതറിയില്ലെങ്കിൽ അത് നോക്കിയിട്ട് വരാം. സോ ഇൻക്രിമെൻറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിക്രിമെൻറ്റ്, കോൺസ്റ്റ് ഡിക്രിമെൻറ്റ് ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ഇതിനകത്തുനിന്ന് സെറ്റ് കൗണ്ട് കോൾ ചെയ്യുന്ന സമയത്ത് കോൾ ബാക്ക് ഫംഗ്ഷൻ. സോ ഡിക്രിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇൻക്രിമെൻറ്റ് കുറഞ്ഞ് 0 വരെ ഡിക്രിമെൻറ്റ് ചെയ്യാമുള്ളൂ. സോ അതിന് നമ്മളൊരു ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാണ്. പ്രീ കൗണ്ട് >0 വരെ 0, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം പ്രീ കൗണ്ട് -1, അല്ലാത്ത കേസ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ അല്ലേ? ഇനി റീസെറ്റ്, കോൺസ്റ്റ് റീസെറ്റ് ഒരു ഫംഗ്ഷൻ സെറ്റ് കൗണ്ട് കോൾ ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യാണ് ഡയറക്റ്റായിട്ട്. ഇപ്പം 3 ഫംഗ്ഷനായി. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് കോൾ ചെയ്യണം. ഓൺ ക്ലിക്ക് ഇൻക്രിമെൻറ്റ്. സോ ഇവിടുന്ന് അടുത്ത ഓൺ ക്ലിക്ക്, ഇവിടുന്ന് ഡിക്രിമെൻറ്റ്, ദെൻ അടുത്ത ഓൺ ക്ലിക്ക് റീസെറ്റ്. ഓക്കെ, ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ഇത് ആഡ് ചെയ്യണം. ഇവിടെ നമ്മൾ കൗണ്ട് ആഡ് ചെയ്യണം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. സോ ഇനീഷ്യലി 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റ് ആവുന്നുണ്ട്, ഡിക്രിമെൻറ്റ് ആകുമ്പോൾ ഡിക്രിമെൻറ്റ് ആവുന്നുണ്ട് 0 വരെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, റീസെറ്റിന് വേണ്ടിയിട്ട് 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മളിവിടെ യൂസ് സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് 3 ഈവൻ ഹാൻഡിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിൽ ഓരോ ഫംഗ്ഷനകത്തായിട്ടായിരിക്കും അതിൻ്റെ ഓരോ ലോജിക്കും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് സ്റ്റേറ്റ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ നമുക്കിവിടെ 3 കാര്യങ്ങളുള്ളൂ. ഇതുപോലെ തന്നെ നമുക്കൊരു 8-10 ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ടെങ്കിലോ ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് അത്രയും ഈവൻ ഹാൻഡിൽ ഫംഗ്ഷനും അതിനകത്ത് ലോജിക്ക് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മളിവിടെ റെഡ്യൂസർ ഹുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെപ്പറേറ്റഡ് ആയിട്ട് ലോജിക്ക് സെറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ഒരു ഒറ്റ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുള്ളൂ. അതിനെ റെഡ്യൂസർ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. സോ ഈ റെഡ്യൂസർ ഫംഗ്ഷനകത്തായിട്ടായിരിക്കും നമ്മൾ എല്ലാ ലോജിക്കും ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെയുള്ളത് റെഡ്യൂസർ ഫംഗ്ഷൻ എപ്പോഴും ഡിഫൈൻ ചെയ്യേണ്ടത് കമ്പോണൻറ്റിന് പുറത്തായിട്ടായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യുന്ന സമയത്തെല്ലാം ഈ റെഡ്യൂസർ ഫംഗ്ഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കും. സോ എപ്പോഴും കമ്പോണൻറ്റിന് പുറത്തായിട്ട് റെഡ്യൂസർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. സോ ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് റെഡ്യൂസർ, നമുക്കിവിടെ ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ ഒരു നോർമൽ കൺവെൻഷൻ എന്ന് പറയുന്നത് റെഡ്യൂസർ എന്ന് തന്നെ കൊടുക്കുന്നതാണ്. സോ ഇവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് റെഡ്യൂസർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഇനി ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ടത് ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ ഒബ്ജക്റ്റിനകത്താണ് നമ്മൾ മെൻഷൻ ചെയ്യണത് ഏത് രീതിയിലാണ് ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത്. അത് സ്റ്റേറ്റിനെ ഇൻക്രിമെൻ്റ് ആണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ആണോ, റീസെറ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒബ്ജക്റ്റിനകത്തായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ ബേസിക്കലി എന്ത് ആക്ഷൻ ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളതായിരിക്കും ഈ ഒബ്ജക്റ്റിനകത്തുണ്ടാവുക. സോ ബേസിക്കലി അതുകൊണ്ട് തന്നെ ഈ ഒബ്ജക്റ്റിനെ ആക്ഷൻ ഒബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ടൈപ്പ് പ്രോപ്പർട്ടിയിലായിരിക്കും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ അത് എങ്ങനെയായിരിക്കും റെഡ്യൂസർ ഫംഗ്ഷൻ ഹാൻഡിൽ ചെയ്യണത്? കാരണം സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തപ്പോൾ എല്ലാത്തിനും സെപ്പറേറ്റ് ലോജിക്കും കാര്യങ്ങളായിരുന്നു. പക്ഷേ റെഡ്യൂസർ ഫംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് റെഡ്യൂസർ ഫംഗ്ഷന് എല്ലാ മൾട്ടിപ്പിൾ ലോജിക്ക് ഹാൻഡിൽ ചെയ്യണം. സോ നമുക്ക് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ പോരെ. ഇവിടെ നമുക്ക് ഇഫ് എൽസ് ഉണ്ട്, പിന്നെ എൽസ് ഇഫ് എൽസ്, പിന്നെ ഏതാണ് സ്വിച്ച്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ഏത് ടൈപ്പിലുള്ള ആക്ഷനാണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് പക്ഷേ കൂടുതലും മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യണത് സ്വിച്ച് ആയിരിക്കും. സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് മൾട്ടിപ്പിൾ കേസ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടി റീഡബിൾ ആയിരിക്കും.
മറ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ അപേക്ഷിച്ച്. സോ നമ്മളിവിടെയും സ്വിച്ച് ആയിരിക്കും യൂസ് ചെയ്യണത്. സോ ഇവിടെ വരുന്ന നമ്മളൊരു ആക്ഷൻ ഒബ്ജക്റ്റിൻ്റെ കേസ് പറഞ്ഞു. ഈ ആക്ഷൻ ഒബ്ജക്റ്റിനെ നമ്മൾ പാസ് ചെയ്യണത് ആരായിരിക്കും? ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് ഈ ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിനെ പാസ് ചെയ്യണത്. ഈ ഡിസ്പാച്ച് ഫംഗ്ഷനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? യൂസ് റെഡ്യൂസർ എന്ന് പറഞ്ഞുള്ള ഹുക്കാണ് ഈ ഡിസ്പാച്ച് ഫംഗ്ഷനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇവിടെ വന്നിട്ട് യൂസ് റെഡ്യൂസറിന് കോൾ ചെയ്യാണ്. അതിന് മുമ്പേ ആയിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇവിടെ യൂസ് റെഡ്യൂസർ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കോൾ ചെയ്യാണ്. നമുക്കിവിടെ ഈ യൂസ് സ്റ്റേറ്റ് ഒക്കെ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കാം. സോ ഇവിടെ യൂസ് റെഡ്യൂസർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയും കിട്ടുന്നത് ഒരു അറേ ആയിരിക്കും. യൂസ് സ്റ്റേറ്റ് കോൾ ചെയ്തപ്പോഴും നമുക്കൊരു അറേ ആയിരുന്നു. അതിൽ സ്റ്റേറ്റും ആ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സെറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്നത് ആദ്യത്തെ വാല്യൂ സെയിം തന്നെയാണ്, സ്റ്റേറ്റ് തന്നെയാണ്. പിന്നീട് രണ്ടാമത് വരുന്നത് ഏതാണ്? രണ്ടാമത് വരുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസ്പാച്ച് ഫംഗ്ഷൻ ആയിരിക്കും രണ്ടാമത്തെ ആ അറേയിലുള്ള രണ്ടാമത്തെ എലമെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഡിസ്പാച്ച്. ഓക്കെ, ഡിസ്പാച്ച്. പിന്നെയുള്ളത് ഈ യൂസ് റെഡ്യൂസർ ഹുക്ക് ഇവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള റെഡ്യൂസർ ഫംഗ്ഷൻ ആയിരിക്കും ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത്, റെഡ്യൂസർ. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് വരുന്നത് സ്വാഭാവികമായും എന്തായിരിക്കും? ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. യൂസ് സ്റ്റേറ്റ് കോൾ ചെയ്തപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു, ഇനീഷ്യൽ സ്റ്റേറ്റ് ഇല്ലായിരുന്നു. സോ ഞാനിവിടെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ തന്നെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മുകളിൽ ടോപ്പിൽ വാല്യൂ കൊടുത്തിട്ട് അതിൻ്റെ ഇത് ഇവിടെ കൊടുത്താലും മതി. ഞാൻ ആ രീതിയിലാണ് ചെയ്യണത്. സോ ഞാൻ ആദ്യം ഇവിടെ ഡിഫൈൻ ചെയ്യാണ് കോൺസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് എന്ത് ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ ഒരു പ്രോപ്പർട്ടി ആയിട്ട് കൗണ്ടിന് കൊടുക്കുകയാണ്. ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യണം. ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും ഞാൻ ഇവിടെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യുന്നത്, ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇനീഷ്യൽ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്ത് കൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടിയിലാണ് 0 സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. സ്റ്റേറ്റ്. അതിന് മുന്നേ ഇവിടെ വാല്യൂ നമുക്ക് സ്റ്റേറ്റ് ഒബ്ജക്റ്റിന് അകത്തായിട്ട്, സ്റ്റേറ്റ് ബേസിക്കലി എന്താണ്? ഒരു ഒബ്ജക്റ്റാണ്. ഒബ്ജക്റ്റിനകത്താണ് കൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടി വരുന്നത്. സോ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്ന സമയത്തും സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് വരും. പിന്നുള്ളതൊക്കെ നമുക്കൊന്ന് തൽക്കാലത്തേക്ക് റിമൂവ് ചെയ്തേക്കാം. സോ നമ്മൾ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് നമ്മൾ കൺസോൾ ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് വന്നേക്കുന്നത്? ഇത് എന്താണ്? ബേസിക്കലി സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ആണ്. അതിൽ കൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഇനീഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ഡിസ്പാച്ച് ഫംഗ്ഷനെ എങ്ങനെ കോൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ബട്ടൻ്റെ അവിടെ വന്നിട്ട് ഒരു ഓൺ ക്ലിക്ക് ആഡ് ചെയ്യാണ്. ഓൺ ക്ലിക്കിനകത്ത് ഒരു ഈവൻ ഹാൻഡൽ ഫംഗ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും ഡിസ്പാച്ചിനെ കോൾ ചെയ്യണത്. കോൾ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. ആക്ഷൻ ഒബ്ജക്റ്റിനകത്താണ് ടൈപ്പ് പ്രോപ്പർട്ടി ഉള്ളത്. അതിലെന്ത് ചെയ്യണം? അതിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ഇപ്പോൾ ഇൻക്രിമെൻ്റ് എന്ന് കൊടുക്കണം. ദെൻ സെയിം ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഇവിടെ വന്നിട്ട് ഡിക്രിമെൻറ്റിൻ്റെ ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻ്റ് എന്നുള്ളത് ഡിക്രിമെൻ്റ് ആക്കി കൊടുത്താൽ മതി. ഡിക്രിമെൻ്റ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് റീസെറ്റ്. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിസ്പാച്ച് ഫംഗ്ഷൻ ഇവിടെ നിന്ന് കോൾ ചെയ്യും. ഡിസ്പാച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ട്രിഗർ ആവുന്നത് റെഡ്യൂസർ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി റെഡ്യൂസർ ഫംഗ്ഷനിൽ നമ്മൾ റിസീവ് ചെയ്യും, ആക്ഷൻ ഒബ്ജക്റ്റ് റിസീവ് ചെയ്യും. ആക്ഷൻ ഒബ്ജക്റ്റാണ് രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ പാരാമീറ്റർ ആയിട്ട് വരുന്നത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്കിത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ഷൻ ഒബ്ജക്റ്റ് റിസീവ് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൺസോൾ ചെയ്ത് നോക്കാം. ആക്ഷൻ. സോ ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇൻക്രിമെൻറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആക്ഷൻ ഒബ്ജക്റ്റ് റിസീവ് ആവുന്നുണ്ട്. അതിനകത്ത് ടൈപ്പിൽ ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് നമുക്ക് കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആഡ് ചെയ്യണം. നമ്മൾ സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. സ്വിച്ച്
സോ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ടൈപ്പ് എന്ന പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കേസുകൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ കേസ് ഏതൊക്കെയാണ്? ആദ്യത്തെ കേസ് വരുന്നത് ഇൻക്രിമെൻ്റ് ആണ്. ഇൻക്രിമെൻ്റ് അനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. പിന്നെയുള്ളത് വരുന്നത് ഏതാണ്? കേസ് അടുത്ത് വരുന്നത് ഡിക്രിമെൻ്റ് ആണ്. ഡിക്രിമെൻ്റ് അതനുസരിച്ച് സ്റ്റേറ്റ് ഒബ്ജക്റ്റ് പാസ് ചെയ്യണം. അടുത്ത കേസ് വരുന്നത് റീസെറ്റ്, അത് കഴിഞ്ഞിട്ട് റിട്ടേൺ അടുത്ത അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെ റിട്ടേൺ ചെയ്യുന്നു. പിന്നുള്ളത് ഡീഫോൾട്ട് കേസ്. ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും നമ്മൾ റിസീവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റിനെ തന്നെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ സ്റ്റേറ്റ്. ഓക്കെ, നമുക്കിവിടെ ഇൻക്രിമെൻറ്റിൻ്റെ ലോജിക്ക് ഇവിടെ എഴുതാം. സോ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ, നിലവിലുള്ള സ്റ്റേറ്റ് ഒബ്ജക്റ്റിനെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ കോപ്പി ചെയ്തെടുക്കണം. സോ 3.state. സോ അതിനകത്ത് എന്തുണ്ടാവും? ഇപ്പം നിലവിൽ കൗണ്ട് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ, അതിൽ കൗണ്ട് ഉണ്ടാവും. ഈ കൗണ്ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. സോ കൗണ്ട് പറഞ്ഞിട്ട് സ്റ്റേറ്റിന് ഒബ്ജക്റ്റിനകത്തുള്ള കൗണ്ട് പ്രോപ്പർട്ടി +1. അപ്പോൾ ആദ്യത്തെ ക്ലിക്കിൽ എങ്ങനെയായിരിക്കും? state.countൽ ഏതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിട്ട് വരുന്നത്? 0 ആണ്. 0 + 1 1 ആയിരിക്കും ആദ്യത്തെ ക്ലിക്കിൽ വരുന്നത്. രണ്ടാമത്തേൽ 1 + 1 2, പിന്നെ 3, ആ രീതിയിലായിരിക്കും പോണത്. അപ്പോൾ ഇതിൽ ഡിക്രിമെൻറ്റിൽ എങ്ങനെ വരും? ആദ്യം നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ്, നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഇവിടെ കിട്ടും. പിന്നെ കൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഒബ്ജക്റ്റിലെ കൗണ്ട് എന്നുള്ള പ്രോപ്പർട്ടിയിൽ ഏതാണോ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂ അതിൽ നിന്ന് -1 ആയിരിക്കും. പിന്നെ വരുന്നത് റീസെറ്റ് ആണ്. റീസെറ്റിൽ 3.state പിന്നെ അതിൻ്റെ കൗണ്ടിൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യാണ് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ അത് ഡിഫോൾട്ട് വാല്യൂ. ഇതൊന്നും അല്ലെങ്കിൽ റിട്ടേൺ ആ സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് തന്നെ റിട്ടേൺ ചെയ്യും. നമുക്കിനി ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഇൻക്രിമെൻ്റ് ക്ലിക്ക് ചെയ്യാണ്, ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. ഡിക്രിമെൻ്റ്, റീസെറ്റ്. സോ ഈ രീതിയിലാണ് റെഡ്യൂസർ ഹുക്ക് യൂസ് ചെയ്തിട്ട് കമ്പോണൻറ്റിനകത്തുള്ള സ്റ്റേറ്റിനെ മാനേജ് ചെയ്യണത്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ഒരു സമ്മറി പോലെ പറയാം. അതായത് നമ്മൾ സ്റ്റേറ്റ് ഹുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോജിക്കെല്ലാം ഓരോ ഈവൻറ്റ് ഹാൻഡ്ലർ ഫംഗ്ഷനകത്ത് സെപ്പറേറ്റഡ് ആയിട്ടായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകുക. പക്ഷേ നമ്മൾ റെഡ്യൂസർ ഹുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ ഉണ്ടാകും. ഈ റെഡ്യൂസർ ഫംഗ്ഷനകത്തായിരിക്കും നമ്മുടെ ഈ കമ്പോണൻറ്റിനകത്തുള്ള എല്ലാ ലോജിക്കും വന്നിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണത്. ഈ റെഡ്യൂസർ ഫംഗ്ഷൻ ആയിരിക്കും നമ്മളിവിടെ റെഡ്യൂസർ ഹുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് പാസ് ചെയ്യണത്. ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യണത് ഈ റെഡ്യൂസർ ഫംഗ്ഷൻ ആയിരിക്കും. പിന്നീട് ഇനീഷ്യൽ സ്റ്റേറ്റും നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അറേയിൽ സ്റ്റേറ്റ് ഉണ്ടാകും. പിന്നെ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാകും. ഈ ഡിസ്പാച്ച് ഫംഗ്ഷനാണ് നമ്മൾ ഈവൻറ്റ് ഹാൻഡ്ലർ ഫംഗ്ഷനകത്ത് നിന്ന് കോൾ ചെയ്യുന്ന സമയത്ത് അതേ ഒരു ആക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാകും. ആക്ഷൻ ഒബ്ജക്റ്റിനകത്ത് ടൈപ്പ് പ്രോപ്പർട്ടി ഉണ്ടാകും. ഇതിനകത്തായിരിക്കും നമ്മൾ എന്ത് രീതിയിലാണ് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണത് ഈ ടൈപ്പിലായിരിക്കും. ദെൻ ഈ ടൈപ്പ് ഇവിടെ വന്നിട്ട് റെഡ്യൂസർ ഫംഗ്ഷനകത്ത് ഈ ആക്ഷൻ ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ ടൈപ്പിനകത്ത് ഈ ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സ്റ്റേറ്റിനെ ഇതിനകത്ത് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്വിച്ചാണ്. സ്വിച്ച് കുറച്ചുകൂടി റീഡബിളും പിന്നെ മൾട്ടിപ്പിൾ കേസൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ സ്വിച്ച് യൂസ് ചെയ്തത്. പിന്നെ ആ രീതിയിലായിരിക്കും നമ്മൾ ഇതിനെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യണത് ഇവിടെ നിന്നായിരിക്കും. ഈ റെഡ്യൂസർ ഫംഗ്ഷനിൽ നിന്നായിരിക്കും നെക്സ്റ്റ് സ്റ്റേറ്റ് ഏതാണോ അത് റിട്ടേൺ ചെയ്യണത്. ഈ സ്റ്റേറ്റ് ആയിരിക്കും നമുക്കിവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരിയബിളിൽ റിസീവ് ചെയ്യണത്. സോ ബേസിക്കലി നമ്മൾ നേരത്തെ സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിരുന്ന സ്റ്റേറ്റിനെ ഈ തവണ ഡിസ്പാച്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് റെഡ്യൂസർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്തത്. സോ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക്
ഇതിപ്പോൾ മൾട്ടിപ്പിൾ ലോജിക്കുകളെല്ലാം നമുക്ക് ഒറ്റ സ്ഥലത്ത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇനി അടുത്ത ഇത് ചെയ്യണ സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഇവിടുന്ന് കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ വേണ്ടതെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ റെഡ്യൂസർ ഫംഗ്ഷനിൽ വന്നിട്ട് ഒരു കണ്ടീഷനും കൂടി ഇവിടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ ഈ രീതിയിലാണ് യൂസ് റെഡ്യൂസർ ഹുക്ക് വർക്ക് ചെയ്യണത്. ഇനി യൂസ് റെഡ്യൂസറിൽ 1-2 കൺസെപ്റ്റും കൂടി പറയാനുണ്ട്. അതുകൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ പറയാനുള്ളത് ഈ യൂസ് റെഡ്യൂസറിൻ്റെ കൺസെപ്റ്റ് തന്നെയാണ്, ലോജിക്ക് തന്നെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന റിഡക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലൈബ്രറി ഉണ്ടല്ലോ, അതിൽ വരുന്നതും ഓൾമോസ്റ്റ് ഈ കൺസെപ്റ്റാണ് വരുന്നത്, റെഡ്യൂസറിൻ്റെ കൺസെപ്റ്റാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിഡക്സ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, സോ റെഡ്യൂസറിൽ ഇനി കുറച്ച് കാര്യങ്ങളൂടി നമുക്ക് നോക്കാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഫോം കമ്പോണൻറ്റും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഫോം ക്രിയേറ്റ് ചെയ്യാം. form.jsx rfc കമ്പോണൻറ്റ് app.jsxൽ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഫോം ഇവിടെ വന്നിട്ട് ഈ ഫോമിന് നമുക്ക് ചെറിയൊരു സ്റ്റൈൽ കൊടുത്തേക്കാം. സ്റ്റൈല് border 2px solid black, padding 20px, width 350px, margin 60ps auto. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്കൊരു ചെറിയൊരു ഫോം, അതിനകത്ത് ഒരു 3 ഫീൽഡ് ഉണ്ടാവും, നെയിമും ഇമെയിലും ഏജും. ആ രീതിയിൽ സെറ്റ് ചെയ്യാം. ലേബല് അതിൽ നെയിം കൊടുക്കുന്നു, ഇതിനൊരു ഇൻപുട്ട് ബോക്സ്, പിന്നെ അടുത്ത ലേബല് ഇമെയിലിന് വേണ്ടിയിട്ട് ഇമെയിൽ, ഇൻപുട്ട്, ലേബല് ഏജ്, ഇൻപുട്ട്. ഇനി നമുക്കിത് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിവ് കൊടുത്തേക്കാം. ഡിവിനകത്ത് p/3. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ കമ്പോണൻറ്റിനകത്തുള്ള സ്റ്റേറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് റെഡ്യൂസറിലൂടെ കോൾ ചെയ്യാണ്. യൂസ് റെഡ്യൂസർ, സോ ഇവിടെ ഓട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഒരു അറേ ആയിരിക്കും. അറേയിൽ 2 എലമെൻറ്റ്സ് ഉണ്ടാവും. ആദ്യത്തേത് സ്റ്റേറ്റ് ആയിരിക്കും, പിന്നീട് രണ്ടാമത് വരുന്നത് ഡിസ്പാച്ച് ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നമുക്ക് പാസ് ചെയ്യേണ്ടത് റെഡ്യൂസർ ഫംഗ്ഷനും ഇനീഷ്യൽ സ്റ്റേറ്റ് ആണ്. സോ കോൺസ്റ്റ് റെഡ്യൂസർ പിന്നുള്ളത് ഇനീഷ്യൽ സ്റ്റേറ്റ്, അതിൽ നെയിം ഉണ്ടാവും, ഇനീഷ്യൽ വാല്യൂ എംപ്റ്റി സ്ട്രിങ് സെറ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് ഇമെയിൽ ഉണ്ടാവും, അത് എംപ്റ്റി സ്ട്രിങ്, പിന്നെ ഏജ്. സോ ഇത് രണ്ടും യൂസ് റെഡ്യൂസർ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പാസ് ചെയ്യണം. റെഡ്യൂസർ ഇനീഷ്യൽ സ്റ്റേറ്റ്. ദെൻ ഇവിടെ നമ്മൾ ഡിസ്പാച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് സോ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അട്രിബ്യൂട്ട് ഉണ്ടാവും. അതിൽ അങ്ങനെയായിരിക്കും സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള നെയിം.
സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള നെയിം ആയിരിക്കും ഇവിടെ ആക്സസ് ചെയ്യണത്. ദെൻ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇവൻ്റ് ഉണ്ടാകും. ആ ചേഞ്ച് ഇവൻറ്റിലുള്ള വാല്യൂ നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള അട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂസ് സ്റ്റേറ്റ് ഹുക്കിൻ്റെ എപ്പിസോഡ് പറഞ്ഞതാണ്. സോ ഓൺ ചേഞ്ചിൽ എങ്ങനെയായിരിക്കും ഒരു കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഒരു ഈവൻ്റ് ഒബ്ജക്റ്റ് ഉണ്ടാകും. സോ ഇ എന്ന് കൊടുക്കുന്നു. ദെൻ ഇതിനകത്ത് നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ഡിസ്പാച്ചിനെ കോൾ ചെയ്യുന്നത്. കോൾ ചെയ്യുന്ന സമയത്ത് ഉള്ള പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ആക്ഷൻ ഒബ്ജക്റ്റ്. ആക്ഷൻ ഒബ്ജക്റ്റിനകത്ത് ടൈപ്പ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാകും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സോ നമുക്കിവിടെ സെറ്റ് നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി വരുന്നതാണ് ഈ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഡീഷണൽ ഡേറ്റ പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പേലോഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി വരുന്നുണ്ട് ഈ ആക്ഷൻ ഒബ്ജക്റ്റിനകത്ത്. അതിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ബേസിക്കലി എന്തായിരിക്കും ഡേറ്റ ആയിട്ട് വരുന്നത്? യൂസർ ടൈപ്പ് ചെയ്യുന്ന ആ ടെക്സ്റ്റ് ആയിരിക്കും ഇവിടെ ഡേറ്റ ആയിട്ട് നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടി പേലോഡിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഈവൻ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ടാർജറ്റ് ഏതാണ്? ഇൻപുട്ടിനകത്തുള്ള വാല്യൂ ആണ് ഇവിടെ നമുക്ക് പാസ് ചെയ്യേണ്ടത്. സോ ഈ ഡോട്ട് ടാർജറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് ഇതിലെങ്ങനെ വരും? ഇമെയിലിൽ എങ്ങനെ വരും? വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ഇമെയിലിൽ നിന്നാണ്. ദെൻ ഓൺ ചേഞ്ചിനകത്ത് ഒരു ഈവൻ്റ് ഹാൻഡ്ലർ ഫംഗ്ഷൻ, അതിനകത്ത് ഈവൻ്റ് ഒബ്ജക്റ്റ് ഉണ്ടാവും. ദെൻ ഡിസ്പാച്ചിനെ ഇവിടുന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ ഒബ്ജക്റ്റ്, അതിനകത്ത് ആദ്യത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് നമ്മൾ സെറ്റ് ഇമെയിൽ. പിന്നെ പേലോഡിൽ നമുക്ക് എന്തെങ്കിലും ഡേറ്റ പാസ് ചെയ്യണം. സോ ഈ ഡോട്ട് ടാർജറ്റ് ഡോട്ട് വാല്യൂ. അതുപോലെ തന്നെ ഏജിൻ്റെ അവിടെ വന്നിട്ട് വാല്യൂ സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ഏജ് ആയിരിക്കും. ദെൻ ഓൺ ചേഞ്ചിനകത്ത് ഈവൻ്റ് ഹാൻഡ്ലർ ഫംഗ്ഷൻ, ഈവൻ്റ് ഒബ്ജക്റ്റ്, ഡിസ്പാച്ച് കോൾ ചെയ്യുന്നു, ആക്ഷൻ ഒബ്ജക്റ്റ്, അതിൽ ടൈപ്പ് സെറ്റ് ഏജ്, പേലോഡ് വഴി ഡേറ്റ പാസ് ചെയ്യുന്നു. പേലോഡിൽ ഈ ഡോട്ട് ടാർജറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഇനി നമുക്കിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമല്ലോ. സോ ഇവിടെ നമ്മൾ കേർലി ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നു. സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള നെയിം, ഇവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ഇമെയിൽ, പിന്നെ വരുന്നത് സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ഏജ്. മനസ്സിലായില്ലേ? ഇവിടെ യൂസർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച് ഇവൻ്റ് ട്രിഗർ ആവും. സോ അതിനകത്ത് നമ്മൾ ഡിസ്പാച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ഷൻ ഒബ്ജക്റ്റ് ഉണ്ടാവും. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു എന്നുള്ള കാര്യം, എന്ത് ആക്ഷൻ ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പേലോഡിലായിരിക്കും ഡേറ്റ പാസ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ വന്നു കഴിയുമ്പോൾ റെഡ്യൂസർ ഫംഗ്ഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് പാരാമീറ്റർ ഉണ്ടാവും, സ്റ്റേറ്റും പിന്നെയുള്ളത് ആക്ഷൻ ഒബ്ജക്റ്റും. പിന്നെ നമ്മളിവിടെ വന്നിട്ട് സ്വിച്ച് യൂസ് ചെയ്യുന്നു. സ്വിച്ചിനകത്ത് ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യണത്. പിന്നെ കേസുകൾ ഓരോന്നായിട്ട് ഇവിടെ എഴുതാം. ഫസ്റ്റ് കേസ് ഏതാണ്? സെറ്റ് നെയിം. റിട്ടേൺ അപ്ഡേറ്റഡ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യുന്നു. അടുത്ത കേസ് സെറ്റ്
ഇമെയിൽ റിട്ടേൺ അപ്ഡേറ്റഡ് സ്റ്റേറ്റ് കേസ് സെറ്റ് ഏജ് റിട്ടേൺ അപ്ഡേറ്റഡ് ഒബ്ജക്റ്റ് പിന്നുള്ളത് ഏതാണ് ഡീഫോൾട്ട് വാല്യൂ നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ് ഒബ്ജക്റ്റ് തന്നെ സ്റ്റേറ്റ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ കോപ്പി ഇവിടെ നമ്മൾ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഇവിടെ എടുക്കും. 3 സ്റ്റേറ്റ്. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടാവും, നെയിം ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും, ഏജ് ഉണ്ടാവും. അതിൽ നെയിം ആയിരിക്കും നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യണത്. സോ നെയിം വന്നിട്ട് എങ്ങനെയായിരിക്കും, ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള എവിടെയാണ് നമ്മുടെ ഡാറ്റ ഇരിക്കുന്നത്, പേലോഡിലാണ് ഡാറ്റ ഇരിക്കുന്നത്. ഇനി സെറ്റ് ഇമെയിൽ എങ്ങനെയായിരിക്കും, നമ്മൾ ആദ്യം കോപ്പി എടുക്കുന്നു, സ്റ്റേറ്റ് ഒബ്ജക്റ്റിൻ്റെ കോപ്പി എടുക്കുന്നു. കാരണം നമുക്ക് സ്റ്റേറ്റ് എങ്ങനെയാണ് നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇമ്മ്യൂട്ടബിൾ ആണ് ബേസിക്കലി. സോ നമ്മളതിൻ്റെ കോപ്പി എടുത്തിട്ട് വേണം, ആ കോപ്പിയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യണത്. അതിനകത്ത് ഏതാണ് ഇമെയിൽ സെറ്റ് ചെയ്യാണ് ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പേലോഡ് യൂസ് ചെയ്തിട്ട്. ഇനി അതുപോലെ തന്നെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു, സ്റ്റേറ്റ് അതിനകത്തുള്ള ഏജിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പേലോഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ അല്ലേ, നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം. നെയിം ജോൺ, പിന്നെ ഇവിടെ john@gmail.com, ഏജ് 30. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മൾ ആക്ഷൻ ഒബ്ജക്റ്റിനകത്ത് പേലോഡ് വഴി ഡാറ്റ പാസ് ചെയ്യണതും സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യണതും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, ഒരു ചേഞ്ച് ഇവൻറ്റ് ട്രിഗർ ആവും. സോ ഇവിടെ നമ്മൾ ഡിസ്പാച്ച് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്, പേലോഡ് ഉണ്ട്. ടൈപ്പിൽ നമ്മൾ ഏത് രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. പിന്നെ അത് പേലോഡിലായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ അത് പേലോഡ് വഴിയായിരിക്കും. സോ നമ്മളിവിടെ ഏതാണ് സ്റ്റേറ്റ് ഉണ്ടാവും, സ്റ്റേറ്റും റിസീവ് ചെയ്യും. പിന്നെയുള്ളത് ആക്ഷൻ ഒബ്ജക്റ്റും, അതിലുള്ള ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള ടൈപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ കേസുകളെല്ലാം വർക്ക് ചെയ്യണത്. അതായത് നമ്മളിവിടെ ഇതിനകത്തുള്ള സ്റ്റേറ്റ് ഒബ്ജക്റ്റിനകത്തുള്ള ഓരോ പ്രോപ്പർട്ടീസിനെയും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ഷൻ ഒബ്ജക്റ്റിനകത്തുള്ള പേലോഡ് എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യും. സോ അങ്ങനെയായിരിക്കും ഈ റെഡ്യൂസർ ഫംഗ്ഷൻ നെക്സ്റ്റ് സ്റ്റേറ്റിനെ റിട്ടേൺ ചെയ്യണത്. പിന്നെയുള്ളത് നമ്മൾ ഈ ആക്ഷൻ ടൈപ്പ് ഇപ്പം മാനുവലായിട്ട് ആണല്ലോ പല സ്ഥലത്ത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിവിടെ സെറ്റ് നെയിമും സെറ്റ് ഇമെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഇൻപുട്ട് ഫീൽഡിലൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. സോ ഇതിന് പകരമായിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് ഡിഫൈൻ ചെയ്തിട്ട്, അതായത് നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ബേസിക്കലി നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഇനംസ് ഒക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ ചെയ്യാനൊക്കെ പറ്റും. അത് കുറച്ചുകൂടി നല്ല ഗുഡ് പ്രാക്ടീസ് ആയിരിക്കും. അതായത് ഇവിടെ വന്നിട്ട് കോൺസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ ഓരോന്ന് കൊടുക്കും. സെറ്റ് നെയിം കൊടുക്കും. then രണ്ടാമത് സെറ്റ് ഏജ്, രണ്ടാമത് സെറ്റ് ഇമെയിലാണ്, സെറ്റ് ഇമെയിൽ, സെറ്റ് ഏജ്. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒബ്ജക്റ്റ് ഇവിടെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ആക്ഷൻസ് ഡോട്ട് സെറ്റ് നെയിം. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറേസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ആക്ഷൻസ് ഡോട്ട് സെറ്റ് ഇമെയിൽ, ആക്ഷൻസ് ഡോട്ട് സെറ്റ് ഏജ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട്
ആക്ഷൻസ് ഡോട്ട് സെറ്റ് ഇമെയിലിൻ്റെ അവിടെ വന്നിട്ട് ആക്ഷൻസ് ഡോട്ട് സെറ്റ് ഇമെയിൽ ആക്ഷൻസ് ഡോട്ട് സെറ്റ് ഏജ്. ഈ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഈ റെഡ്യൂസർ കോൾ ചെയ്ത സമയത്ത് നമ്മൾ 2 ആർഗ്യുമെൻ്റാണ് പാസ് ചെയ്തത്, റെഡ്യൂസർ ഫംഗ്ഷനും പിന്നെയുള്ളത് ഇനീഷ്യൽ സ്റ്റേറ്റും. നമുക്കിവിടെ ഓപ്ഷണലായിട്ട് മൂന്നാമത് ഒരു ഫംഗ്ഷനും കൂടി പാസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ഇനീറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് നമ്മളിവിടെ സ്റ്റാറ്റിക് ആയിട്ടാണല്ലോ ഇവിടെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്തത്. അതിന് നമുക്ക് ഡൈനാമിക് ആക്കി മാറ്റാൻ പറ്റും. അതായത് കുറച്ച് എന്തെങ്കിലും തരത്തിലുള്ള കമ്പ്യൂട്ടേഷനൊക്കെ ചെയ്തിട്ട് അത് റിട്ടേൺ ചെയ്യണത് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. അങ്ങനെ ഇനീഷ്യൽ വാല്യൂവിൽ എന്തെങ്കിലും തരത്തിലുള്ള കസ്റ്റം ലോജിക്കൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇനീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റാറ്റിക്കായിട്ട് കൊടുത്തേക്കണ ഇനീഷ്യൽ സ്റ്റേറ്റിന് നൾ വാല്യൂ കൊടുക്കണം, നള്ള്. എന്നിട്ട് ഈ ഇനീറ്റ് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യണത് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ആയിരിക്കും. അതങ്ങനെ ചെയ്യാൻ പറ്റും. അത് ഇവിടെ വന്നിട്ട് ഡിഫൈൻ ചെയ്യണം, കോൺസ്റ്റ് ഇനിറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് റിട്ടേൺ കൊടുക്കുകയാണ്. റിട്ടേൺ ഒരു ഒബ്ജക്റ്റ് കൊടുക്കുന്നു. ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ ആയിരിക്കും. ഇവിടെ ബേസിക്കലി നമുക്ക് കമ്പ്യൂട്ടേഷൻ ഒന്നുമില്ല. പക്ഷേ നമുക്ക് റിയൽ വേൾഡ് പ്രോജക്റ്റിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ടോക്കൺ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടേഷൻ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഉപകാരപ്പെടും. അത് ഈ ഇനീറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണത് ആദ്യത്തെ റെൻഡറിങ്ങിൽ മാത്രമായിരിക്കും. അതായത് ഈ നമ്മുടെ ഈ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻറ്റ് ഫസ്റ്റ് റെൻഡർ ചെയ്യില്ല, അതിൽ മാത്രമായിരിക്കും ഈ ഇനീറ്റ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണത്. നമ്മുടെ യൂസെഫിറ്റ് വർക്ക് ചെയ്യണത് തന്നെ. ഇപ്പം നമ്മുടെ ഈ എക്സാമ്പിൾ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ റിട്ടേൺ ചെയ്യണത് ഇത് തന്നെയാണ്, പ്രോപ്പർട്ടീസ് തന്നെയാണ്. സോ നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോജിക്ക് ഇനീഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം നമ്മൾ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മൾ യൂസ് റെഡ്യൂസർ ഹുക്കിൽ വരുന്നത്. പറഞ്ഞ യൂസ് റെഡ്യൂസർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് റിയാക്ട് സീരീസിലെ മറ്റൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.